നമസ്കാരം. ഞാൻ പറയാൻ പോണ സംഗതി കേട്ട് കഴിയുമ്പോൾ പറയും സമൂഹത്തിനെ വഴിതെറ്റിക്കുകയാണ്, സമൂഹത്തിന് തെറ്റായ മെസ്സേജ് കൊടുക്കുകയാണ്. അതിന് മുമ്പ് ജസ്റ്റ് ഒരു ചെറിയ കാര്യം. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ഈ കമ്പി ആയിട്ട് ബന്ധപ്പെട്ട എൻ്റെ ലീലാവിലാസങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവർ തമ്മിലുള്ള കളികൾ, ഇതൊക്കെയാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ലോക്ക് വീണെന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ കട്ടായി. ഈ ചാനൽ എപ്പോഴും പൂട്ടും, അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിന് ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ പഴയ ലീലാവിലാസങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും. നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് സമൂഹത്തിനെ വഴിതെറ്റിക്കുക. സത്യം പറയാൻ സമൂഹത്തിനെ വഴിതെറ്റിക്കലല്ല ഞാൻ ചെയ്യുന്നത്. ഈ സമൂഹത്തിനെ ഞാൻ നേർവഴിക്ക് നയിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ റേപ്പ് ഉണ്ടാവില്ല, ചെറിയ കുട്ടികളുടെ ഉപദ്രവിക്കാൻ ആരും പോകില്ല. ലൈംഗിക സ്വാതന്ത്ര്യം ആണിനും പെണ്ണിനും വേണമെന്നുള്ള അഭിപ്രായം. ഇപ്പോഴും 45 വയസ്സായിട്ട് പെണ്ണിൻ്റെ സാമാനം വരെ കാണാത്ത ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്, 10,000 കണക്കിന്. ഇതൊക്കെ പറഞ്ഞ് എൻ്റെ വായിലെ വെള്ളം പറ്റിയതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം കല്യാണം കഴിച്ച് നോട്ടി ഒരാണും പെണ്ണും, കല്യാണമല്ല ശരിക്കും, രണ്ട് വീട്ടുകാർ തമ്മിൽ എന്ത് കൊടുക്കും, ക്യാഷ് എത്ര, സ്വർണ്ണം എത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ വിലക്ക് കൊണ്ടുവരിക. വിലക്കല്ല, ഇത് സഹിതം കൊണ്ടുവരിക. പിന്നെ ഇവൻ്റെ അടിമ, ഇവൻ്റെ അണ്ടർവെയർ തിരുമ്പണം, ഇവന് തന്ത ഉണ്ടെങ്കിൽ തന്തേനെ കുളിപ്പിക്കണം, വയസ്സായതാണെങ്കിൽ അയാളുടെ ഡ്രസ്സ് വാഷ് ചെയ്യണം, അമ്മായിയമ്മനെ നോക്കണം, വീട്ടിലെ സകലമായ പണികൾ എടുക്കണം, പിന്നെ കുട്ടീനെ പെറണം, ആ കുട്ടികളെ വളർത്തണം. പിന്നെ നമ്മൾ പൈസ കൊടുത്തൊരു 5 സെൻറ്റ് സ്ഥലം മേടിച്ച പോലെയാണ് ഈ പെണ്ണിൻ്റെ സാമാനം ഇവൻ്റെ മാത്രം സ്വത്ത്. അത് വേറെ ആരും കയറി കളിക്കാൻ പാടില്ല. പക്ഷെ ഇവനറിയാലോ, ഏതൊരു പുരുഷനറിയാം ഇവൻ്റെ പരിപാടിയിൽ സ്വന്തം ഭാര്യയ്ക്ക് തൃപ്തി കിട്ടേണ്ടതില്ലെന്ന് ഏത് പുരുഷനും അറിയാൻ പറ്റും. നമ്മളിങ്ങനെ കളിച്ച് ഇറങ്ങിപ്പോരുമ്പോൾ അവർ പാതി വഴിയിലെത്തിയിട്ടുണ്ടാവുള്ളൂ. നമ്മളെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പൊറുതികേട്, ഒരു ഇടങ്ങേറ്, ഒരു ഇറിറ്റേഷൻ പല സ്ത്രീകളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചില പൊട്ടി പെണ്ണുങ്ങൾക്ക് അതറിയില്ല. പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് കളിച്ചിട്ട് അങ്ങനെ ഇറങ്ങിപ്പോണത് തന്നെ പരിപാടി. അങ്ങനെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നല്ല വിവരമുണ്ട്. അപ്പോൾ ഇവർക്ക് പൂർണ്ണതയിൽ എത്തിക്കാണ്ടാണ് ഇവൻ സ്റ്റോപ്പ് ചെയ്യണത്. അങ്ങനെ എൻ്റെ 2-3 കൂട്ടുകാരൊന്ന് 3-4 കൂട്ടുകാർ എന്നോട് ഈ കാര്യങ്ങൾ പറയുന്നു. ഭാര്യനെ കളിച്ച് കൊടുത്തിട്ട് അവൾക്ക് തൃപ്തി കിട്ടണില്ല. ഞാൻ അവരൊക്കെ സുന്ദരമായിട്ട് അഡ്വൈസ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്തു. ലാസ്റ്റ് എന്തായി, ഇവന്മാർ കണ്ണടച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇവന്മാർ ഒപ്പിച്ച് കൊടുക്കലൊക്കെ തുടങ്ങി വൈഫിന്. കാരണം അതിനും ഒരാഴ്ച തന്നെയല്ലേ ഉള്ളൂ. അതിൻ്റെ ലൈഫിൽ അതിന് ഈ സുഖമൊക്കെ അറിയണ്ടേ. 1-2 കൂട്ടുകാരെ ഞാനും സഹായിച്ചിട്ടുണ്ട്. എന്നോട് ചെയ്തു കൊടുക്കാമെന്ന് ചോദിച്ചാൽ ചെയ്തു കൊടുത്തതിനെന്താ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെക്ഷലായിട്ട് ഇവിടെ സംഭവങ്ങൾ വേണം. അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇപ്പം ഞാനീ പറയുമ്പോൾ പലർക്കും അരോചകമായിട്ട് തോന്നും. എന്ത് സംഭവം തുടക്കത്തിൽ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ, പിന്നെയാണ് ആൾക്കാർ കൂടി വരിക. ഒന്നും വേണ്ട, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ തുടങ്ങുമ്പോൾ ഒരു പഞ്ചായത്തിലൊക്കെ 1-2 ആൾക്കാരുണ്ടായുള്ളൂ. ഒന്നാമത്തെ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. എങ്ങനെ വിപ്ലവ പാർട്ടി നാട് നശിപ്പിക്കും, പോലീസുകാർ കണ്ടാൽ പിടിച്ചുകൊണ്ട് പോകും, അങ്ങനെയൊക്കെയായിരുന്നു. ഇന്നിപ്പോൾ ഓരോ പഞ്ചായത്തിലും 1000 കണക്കിന് 10,000 കണക്കിനാണ് കമ്മ്യൂണിസ്റ്റുകാർ. അത്രയൊന്നും വളരണ്ട. പക്ഷെ സെക്ഷൽ ഫ്രീഡം ഇവിടെ ഉണ്ടാവണം. ബലാത്സംഗം കുറയും, കുട്ടികളെ ഉപദ്രവിക്കൽ കുറയും, അടിപിടികളൊക്കെ കുറയും. സ്വന്തം ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അതാണ് എൻ്റെ മെസ്സേജ്. അപ്പോൾ ഇപ്പോഴത്തെ തെലുങ്കാനയും ആന്ധ്രാപ്രദേശ് പണ്ട് രണ്ടും ഒന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഹൈദരാബാദൊക്കെ ആയിട്ട് നല്ല രക്തബന്ധം, മത്സ്യബന്ധം, പൊക്കിൾക്കൊടി ബന്ധം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശ്രീശൈലം പോണ വഴിക്കൊക്കെ വലിയ അന്നൊക്കെ കൊടുമ്പനം. അവിടുത്തെ ഒരു ലാടഗുരു ഉണ്ട്. ലാടഗുരു എന്ന് പറഞ്ഞാൽ പച്ചമരുന്ന് പല സംഭവങ്ങളൊക്കെ. ഈ ആളും ഞാനായിട്ട് യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ട് ഇയാൾ എന്നോടൊരു കമ്പിളി ചോദിച്ചു. അവിടെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത്. ഞാൻ 2 കമ്പിളി കൊടുത്തായിരിക്കും. അപ്പോൾ ഇയാൾക്ക് എന്നോട് നല്ല ഇഷ്ടമായി.
ഇയാൾ അടുത്ത ആഴ്ച വരാമെന്ന് പറയും. അടുത്ത ആഴ്ച വന്നപ്പോൾ എനിക്ക് ഒരാഴ്ച കഴിക്കാനുള്ള മരുന്ന് തന്നു. ഇത് കഴിക്കാൻ നിങ്ങൾക്ക് പവർ കൂടും, പവർ ശക്തി കൂടുന്നത്. ഇയാൾ പറഞ്ഞ പോലെ ഞാനത് കഴിച്ച് രാത്രി കഴിക്കണം ഉറങ്ങുന്നതിന് മുമ്പ്. ഇത് കഴിച്ചാൽ പിന്നെ നമുക്കൊരു മയക്കം വരും, ഉറക്കം വരും. അപ്പോൾ രാത്രി ഡ്യൂട്ടി ഉള്ളപ്പോൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പകൽ ഡ്യൂട്ടി മാത്രം ആക്കിയിട്ടാണ് ഇത് കഴിച്ചത്. പിന്നെ കണ്ണിൽ തേക്കാൻ ഒരു സാധനം, ഈ സുർമ പോലെ. അത് കഴിഞ്ഞ് ഇയാൾ ഒരാഴ്ച കഴിക്കാൻ പറയും. പിന്നെ ഒരു 40 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്ന അയാൾ ഒരാഴ്ച. അങ്ങനെ 3 പ്രാവശ്യം ഇയാൾ എനിക്ക് ഈ മരുന്നുകൾ തന്നു. പണം കൊടുത്തിട്ട് ഇയാൾ വാങ്ങൂല. ഞാൻ പിന്നെ വേറെ സമ്മാനങ്ങളൊക്കെ കൊടുത്തേക്ക്, കുപ്പിയായിട്ടും പലതും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മരുന്നിൻ്റെ പവർ എന്താണെന്നറിയാം, ലൈഫ് ലോങ് ഇതാണ്. സെക്ഷലായിട്ട് നമുക്ക് സാധാരണ ആണുങ്ങൾക്ക് ഇത്ര ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്ഖലനം ഉണ്ടാവില്ല. പക്ഷേ ഇത് ഈ മെഡിസിൻ കഴിച്ച ആൾക്ക് നമുക്കത് തോന്നണം മരണമെങ്കിൽ. അതായത് നമുക്ക് ഇത്ര നേരം വേണമെങ്കിലും പിടിച്ച് നിൽക്കാമെന്ന് പറഞ്ഞത്. 2 മിനിറ്റോ 3 മിനിറ്റോ 5 മിനിറ്റോ കളിക്കുമ്പോൾ ഒരാണിന് സ്ഖലനം ഉണ്ടാവില്ലേ, അത് എത്ര നേരം വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. ഈ കണ്ണിൽ തേക്കാൻ തന്ന സംഭവം എന്താണെന്നറിയോ, വശീകരണം. ഒരു പെണ്ണിൻ്റെ കണ്ണിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കി സംസാരിച്ചാൽ ആ പെണ്ണ് നമ്മളുടെ, അതായത് അവരുടെ വിശ്വാസമാണത്. പക്ഷേ എനിക്ക് അനുഭവം ഉണ്ട്. അത് തേച്ചിട്ടാണെന്ന് അറിയില്ല, എനിക്ക് അതിന് മുമ്പും കിട്ടലുണ്ട്. പെണ്ണുങ്ങളൊക്കെ കളിക്കാൻ ഇഷ്ടം പോലെ കിട്ടിയിരുന്നു. ഇത് തേച്ചാൽ പിന്നെ വ്യത്യാസം എന്തെങ്കിലും വന്നാൽ എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ ഇത് അന്ധവിശ്വാസമല്ല. നമ്മളെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നേർച്ചപ്പെട്ടിയിൽ പൈസ ഇട്ടതൊന്നുമല്ലല്ലോ, തന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ട്. ഒരു പെണ്ണിനൊക്കെ നല്ല കപ്പാസിറ്റിയുള്ള മൈലേജുള്ള പെണ്ണാണെങ്കിൽ അവളെ നമ്മളൊന്ന് എന്താ പറയുക, അമർത്ത്. അങ്ങനത്തെ ഒരു കപ്പാസിറ്റി എനിക്കന്ന് കിട്ടി. ഇതാണ് ഈ പറഞ്ഞത്. നമ്മൾ ചില സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ യാദൃശ്യമായിട്ട് വന്നുപോയില്ല. അലാട ഗുരുവിനെ ഞാൻ കണ്ടുകൊണ്ട് എനിക്ക് ഒരുപാട് പെണ്ണുങ്ങളുടെ മുമ്പിൽ അഭിമാന സ്തംഭമായിട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. തമാശല്ല, ഓരോ പെണ്ണുങ്ങളെന്നോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാടാ ഇത് ഇത്ര നേരമൊക്കെ. അവരുടെ പല ഇത് കഴിഞ്ഞാലും നമ്മുടെ കൊടിമരമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ. അതൊക്കെ പോട്ടെ. ഇതിൻ്റെ സെക്ഷൽ കണ്ടൻറ്റ് വേണ്ടെന്നാണ് വാണിങ്. അപ്പം കൂടുതലായിട്ട് പോണില്ല. അതൊക്കെ മറ്റേ ഇതിൽ ചാനലിൽ. അപ്പം ഞാൻ പറഞ്ഞ പ്രസ്ഥാനം വളരണം. കാരണം സെക്സ് എന്താണെന്ന് അറിയണം. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ മണ്ണല്ലേ. അത്ര ഉള്ള എൻ്റെ സന്ദേശം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞില്ലേ, സെയിം. അപ്പം മറ്റേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റേ വീഡിയോകൾ കാണുക. നമസ്കാരം.